1 തീയതിയാണ്. മെയ് 15 നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് മറ്റൊരു മലയാള മാസം കൂടി കടന്നു വരുന്ന ആ ഒരു ശുഭദിനമാണ് 1 തീയതി എന്ന് പറയുന്നത്. ഇത് പ്രമാണിച്ച് നമ്മുടെ ഭാഗത്തു നിന്നും പ്രത്യേക പൂജാ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ്. ആർക്കെങ്കിലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പേര്, നാള് വിവരങ്ങൾ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതുമാണ്. ഈ ഒരു ഇടവമാസം ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. അതായത് ഏകദേശം 7ഓളം നക്ഷത്രക്കാർക്ക് രാജയോഗ സമയമായിട്ടുള്ള സമയമെന്ന് പറയാം. അതിന്റെ അർത്ഥം തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥ. ഏതൊരു കാര്യത്തിനിറങ്ങിയാലും കാര്യവിജയവും നേട്ടങ്ങളും, സാമ്പത്തികമായിട്ടായാലും ജീവിതപരമായാലും ഒരുപാട് നേട്ടങ്ങൾ കൈവരുന്ന സമയമാണ് 7 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ ഒരു ഇടവമാസത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന 7 നക്ഷത്രക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരെ തേടി വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സകല നേട്ടങ്ങളുടെയും ഒരു സമയമെന്ന് വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം. സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിന്, വിവാഹം നടക്കുന്നതിന്, ഒരുപാട് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള വിജയങ്ങൾ നേടുവാനും ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള വിജയങ്ങൾ ആക്കി മാറ്റുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. തൊടുന്നത് എല്ലാം പൊന്നാകുന്ന സമയമെന്ന് വേണമെങ്കിൽ പറയാം. വിദേശവാസത്തിന് യോഗമൊക്കെ കാണുന്നുണ്ട്. പഠനരംഗത്തുള്ളവർക്ക് വളരെയധികം വിജയങ്ങൾ നേടുവാനും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാൻ സാധ്യതയും തെളിയുന്നുണ്ട്. അതുപോലെ തന്നെ ഉപരിപഠനത്തിന് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച ലഭിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. സുഹൃത്തുക്കൾ വഴി ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാലമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലം കടന്നു വരാൻ പോകുന്നത്. അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. ഇവർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ വരുവാനും ഈശ്വരാധീനം വർദ്ധിക്കുവാനും വർഷം മുഴുവൻ നിലനിൽക്കാൻ ഒക്കെ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് സൗഭാഗ്യത്തിന്റെ സമയം തന്നെയാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായിട്ട് വലിയ ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത്. വിദ്യാവിജയം ഉറപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല വിജയം കരസ്ഥമാക്കാനും വിദ്യാരംഗത്ത്, പഠനരംഗത്ത് ഉള്ളവർക്ക് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുവാനും ഒക്കെയുള്ള ഒരു സമയമാണ്. പ്രതീക്ഷിച്ചതിലും വലിയ വിജയങ്ങളാണ് തേടി വരാൻ പോകുന്നത്. തൊഴിലിടത്തിലൊക്കെ അവരുടെ സ്വന്തം മികവിലൂടെ വലിയ വലിയ സ്ഥാനങ്ങൾ നേടുവാനും ഉയർച്ച നേടുവാനും അല്ലെങ്കിൽ പേരും പ്രശസ്തിയും മറ്റുള്ളവരുടെ അഭിനന്ദനവും ഒക്കെ നേടുവാനുള്ള ഒരു സമയമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് ലാഭവിഹിതങ്ങൾ കൂടുന്നതിന്റെ ഒരു സമയമാണ്. ലാഭമൊക്കെ ഇരട്ടിക്കാനും സാമ്പത്തികമായിട്ട് ഒരുപാട് യോഗം കൈവരാനുമുള്ള സമയം കൂടിയാണ് പൂരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം. വീട്ടിൽ ഏതെങ്കിലുമൊക്കെ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുന്നില്ല. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ച നേടാൻ പോകുന്ന, ഒരുപാട് അഭിനന്ദനം, ഒരുപാട് തരത്തിലുള്ള പ്രശംസയൊക്കെ പിടിച്ചുപറ്റാൻ പോകുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഭരണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് നേട്ടത്തിന്റെ സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബജീവിതത്തിൽ ഒരുപാട് സന്തോഷം വർദ്ധിക്കാനും ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. പുത്രനോ പുത്രിയോ ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പുത്രനെയോർത്ത് അഭിമാനിക്കാൻ ഒക്കെ ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും. ധനപരമായിട്ട് ഉയർച്ച വരുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രം, നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളത്തെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് ലഭിക്കാനായിട്ട് ആഗ്രഹ സഫലീകരണത്തിനുള്ള നാളാണ്. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നാളുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്തരത്തിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു സമയം, ആയുരാരോഗ്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി വളരെയധികം സന്തോഷവാനായി കാണപ്പെടുന്ന
ഒരു സമയം കൂടിയാണിത്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വലിയ വിജയങ്ങളായി തീരുവാൻ, അതിന്റെ ഭാവിയിലേക്കുള്ള നടത്തിപ്പുകളൊക്കെ ഏറ്റവും സുഗമമാകാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. വീട്, കാർ, ഭൂമി വാങ്ങാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. മഹാവിഷ്ണു ഭഗവാനെയാണ് ഈ പറയുന്ന വിശാഖം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത്. ഭരണി നക്ഷത്രം പ്രാർത്ഥിക്കേണ്ടത് മഹാഗണപതി ഭഗവാനെയാണ്. അതുപോലെ പൂരം നക്ഷത്രക്കാർ നേരത്തെ പറഞ്ഞിരുന്നു, അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ ശ്രേഷ്ഠമാണ്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള വലിയ ഉയർച്ചയുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. സമ്പത്ത് കൈവരാൻ പോകുന്ന ഒരു സമയം, രാജയോഗ സമയം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആയിരിക്കും അവരുടെ ജീവിതം പോകാൻ പോകുന്നത്. എന്തും മുന്നിലെത്തുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് ധനയോഗം വന്നു ചേരാനുള്ള ഒരു വഴിയുണ്ട്. അതുകൊണ്ട് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത്തരത്തിലുള്ള ധനവരവിലൂടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും സമ്പത്തും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു അവസ്ഥയുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രവും ഈ നക്ഷത്രമാണ്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള സമയമായിരുന്നു. അതെല്ലാം തീർന്ന് ഒരുപാട് സന്തോഷം നിറയുന്ന ഒരു ജീവിതം കൈവരുന്ന സമയമായിരിക്കും ഇത്. അതായത് ഈ ഒരു വിഷു കഴിഞ്ഞതോടുകൂടി തന്നെയാണ് ആദ്യത്തെ 4 മാസക്കാലം ചിത്തിരക്കാർ ഒരുവിധം ഭേദപ്പെട്ട ദിവസങ്ങൾ ആയിരിക്കും വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ചിത്തിരക്കാർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. ധനപരമായിട്ടായാലും ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് കൈവരാൻ പോകുന്നത്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കുന്നത്, ദീപാരാധന നടത്തുന്നത്, ജലധാര നടത്തുന്നത്, ഇതൊക്കെ സർവ ഐശ്വര്യദായകമാണ്. ഈ ഒരു ചിത്ര നക്ഷത്രക്കാർക്ക് എല്ലാ നേട്ടങ്ങളും തുടർന്ന് ഉണ്ടാകാനായിട്ട് തീർച്ചയായും ശിവനെ കൂടുതലായിട്ട് ഭജിക്കുക എന്നുള്ളതാണ്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഒരു സമയം എന്ന് പറയാം. കല, ബിസിനസ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മികച്ച തുടക്കം ലഭിക്കുവാനും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ വിജയങ്ങൾ നേടുവാനും ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റാനും ഒക്കെ കഴിയാൻ പോകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബജീവിതത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ വന്നു ചേരാനും ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരാനും ഒക്കെയുള്ള സമയമാണ്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന പ്രവൃത്തികൾ ചെയ്യുക, അന്നദാനത്തിൽ പങ്കാളിയാവുക എന്നൊക്കെയുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ചെയ്യാകുന്ന ഏറ്റവും നല്ല കാര്യം. എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങളും ഇരട്ടിയാക്കുന്ന ഒരു സമയമാണിത്. 8ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ്. പൂരാടത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമി, വീട്, വാഹനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാനും അതിനൊക്കെ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കാനുള്ള ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥിരമായിട്ട് പല രീതിയിലുള്ള സ്രോതസ്സുകൾ ഇവരുടെ മുന്നിൽ തുറന്നു കിട്ടുവാനും ഒക്കെയുള്ള സമയമാണ്. തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ചയും തൊഴിലിലൂടെ വലിയ സമ്പദ് വ്യവസ്ഥ ഉയരാനുള്ള ഒരു സമയം കൂടിയാണിത്. പൂരാടത്തെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടുള്ള ഈ ഒരു ഉയർച്ച തന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് രാജയോഗ്യരാക്കി മാറ്റുന്നത്. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും രോഹിണി, പൂരം, ഭരണി, വിശാഖം, പൂയം, ചിത്തിര, അനിഴം, പൂരാടം ഏകദേശം 8ഓളം നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലഘട്ടം, ഈ ഒരു ഇടവമാസം ആരംഭിക്കുന്നതോടുകൂടി രാജയോഗ സമയമായിട്ടുള്ള സമയം എന്ന് തന്നെ ഞാൻ അടിയുറച്ചു പറയുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള ഫലങ്ങൾ വരും. അത്തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങളെ തേടി വരും. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. പ്രാർത്ഥിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പേര്, നാള്, അതിന്റെ കൂടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം. കുറിച്ചെടുക്കുന്നതാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.